രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ്. ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായിട്ടും അറ്റാച്ച്ഡ് ആവും, ബ്ലൈൻഡ്ലി വിശ്വസിക്കും. കംഫർട്ടായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് നല്ല പേടിയുണ്ടാവും. ഗുഡ് ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കും, നല്ല വീട്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം വലിയ ആഗ്രഹങ്ങളാണ്. അപ്പിയറൻസും ഇമേജും എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. ആളുകൾ എന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും എന്ന സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. പൊസസീവ്നെസ് നന്നായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ജലസി നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. ഇൻസെക്യൂരിറ്റി വരാനും സാധ്യത എന്തായാലും എപ്പോഴും ഉണ്ടാവും. പ്രശ്നം പുറത്ത് പറയാതെ ഉള്ളിൽ വെക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് സൈലൻ്റ്ലി ഹേർട്ടായിട്ട് തന്നെ ഇരിക്കും. മണി അട്രാക്ഷൻ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ള നല്ലതാണ്. പക്ഷേ ഇമോഷണൽ ഡിസിഷൻ എടുത്ത് നിങ്ങൾ വേണ്ടാത്തതൊക്കെ വാങ്ങിക്കൂട്ടാനും സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതായത് കരിയർ ബേസിലുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്. ചേഞ്ച് ആലോചിച്ചിട്ടുണ്ടാകാം, പിന്നെ വേണ്ട എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടാവാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫാമിലിയും പേഴ്സണൽ എക്സ്പെൻസും നല്ല കൂടുതലായിരിക്കും. സേവിങ്സ് കുറയാനും സാധ്യത നന്നായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ എന്തായാലും ഓവർ തിങ്കിങ്ങും ഉണ്ടായിട്ടുണ്ടാവും. പാർട്ട്ണർ അറ്റൻഷൻ കുറവായതും കൊണ്ട് ഓരോന്ന് ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. മൈൻഡ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ മൂഡ് സ്വിങ്സും നന്നായിട്ടുണ്ടാവും. ഇമോഷണൽ സ്ട്രെസ്സും ഉണ്ടാവും. ഒറ്റപ്പെട്ടു എന്ന ഫീലിങ്ങും നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസത്തിൽ വർക്കിൻ്റെ സ്റ്റെബിലിറ്റി എന്തായാലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോബ് നോക്കുന്നവർക്ക് മാർച്ച് പകുതിക്ക് ശേഷം മാത്രമേ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഏറ്റെടുക്കുക. അതായത് ഒരു മാർച്ച് 18 ശേഷം ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തായാലും ലോ ആയിരിക്കും, പക്ഷെ സ്റ്റഡി ഗ്രോത്ത് തന്നെയായിരുന്നു. ഓൾഡ് കോണ്ടാക്ട്സ് വഴി നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും മാർച്ച് ആദ്യം നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പർച്ചേസ് ചെയ്യുന്നത് മാർച്ച് 10 വരെ നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്തായാലും ഗ്രാജ്വലി ഇമ്പ്രൂവ് ആവും. മെല്ലെ തന്നെ ആവുള്ളൂ. കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട, കാരണം നിങ്ങൾക്കത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അത് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാലും ചോദിക്കുന്നതായിരിക്കും നല്ലത്. മാർച്ച് അവസാനം മുതൽ സേവിങ്സ് ഉണ്ടാവാനും സാധ്യത നന്നായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. വലിയ പർച്ചേസ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 20 ശേഷം മാത്രം വാങ്ങുക. എന്നാലും പർച്ചേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല ഇൻസെക്യൂരിറ്റി എന്തായാലും നിങ്ങൾക്ക് തോന്നും. ഇമോഷണൽ ഇഷ്യൂസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. സെക്കൻഡ് ഹാഫിൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് എന്തായാലും ഉണ്ടാവും. മാരീഡ് ലൈഫ് എന്തായാലും കാമായിരിക്കും. സിംഗിൾ ആയിരിക്കും നിങ്ങളുടെ സർക്കിൾ വഴി ഒരു കണക്ഷനൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊരു പ്രണയമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങുക. ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ സപ്പോർട്ട് എന്തായാലും കൂടും. പുതിയ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ ഉണ്ടാവും. ആരോഗ്യം നോക്കുകയാണെങ്കിൽ ഹോർമോണൽ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഉറക്കം, ഫുഡ്, അതിൻ്റെ ടൈമിംഗ് എല്ലാം നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. മാർച്ച് 16 ശേഷമായിരിക്കും നിങ്ങൾക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുക. മാർച്ച് അവസാനത്തെ ആഴ്ച കുറച്ച് ലക്കി ടൈമും കൂടിയാണ് നിങ്ങൾക്ക്.